അവിടെ പോയി ചിരിക്കണ്ടേ? കേക്ക് ഞാനിപ്പോ കേക്ക് എടുത്തിട്ട് 100 കോടി തരാമെന്ന് വെച്ചാൽ കേക്ക് 100 കോടി തരുമോ? ഞാൻ ആലോചിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് ആരാ? കുണ്ടമ്പരിക്കുള്ള അരി പഠിപ്പിക്കാൻ കൊടുത്തേക്ക് അത് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമോ? അത് മിസ്സായി. നമ്മൾ 5 മിനിറ്റ് മാറിയിട്ട് നമ്മള് 10 മിനിറ്റ് ആയി കേക്ക് നിൽക്കുന്നത്. നമ്മുടെ സമയത്തിന് വിലയില്ലേ കേക്ക്? കോൾ വിളിച്ച് ക്രൂവല്ലേ അപ്പൊ തിരിഞ്ഞു നോക്കി ഒരു പശു പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കി അല്ല കേക്ക് പറ്റിയ സ്ഥലം ഇത്. പശു അല്ല ഇവിടെ ഇത് പശുപാമായത് നമ്മൾ നിൽക്കുന്ന ഇപ്പം. സാൻഡി ആണോ? ആ സാൻഡി. കേക്ക് കേക്ക് ഒന്ന് ഉഷാറാവുക. കേക്ക് എന്തിന് കേക്ക് എന്തിന് ഉഷാറാവുക? കേക്ക് മരുന്ന് വല്ലതും മേടിക്കണോ കേക്ക്? ഞാനൊരു സാമ്യം എടുത്ത സാമി ദേവുവിന്റെ കൂടെ സാമ്യം കാണാമെന്ന. ദേവുവിന്റെ കൂടെ സാമി. കേക്ക് നമ്മൾ തമ്മിൽ ബന്ധമല്ല കേട്ടോ. ഇയാള് വഴിയിൽ എവിടെ കറങ്ങി കിടക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടി എടുത്ത് ഇവിടെ വരെ വന്നിട്ട് ഇയാള് ദേവുമായിട്ട് പോടോ. അല്ല പിന്നെ ഞാൻ ഒന്ന് വിളിക്കട്ടെ കേക്ക്. ഇതാണ് സീല വിളിക്കുന്ന കേട്ടോ. ആ എടുത്ത് എന്താ പറയുന്നത് നോക്കാം. മിണ്ടായിരിക്കണം, റിപ്ലൈ കൊടുക്കണ്ട. സെയില് പറഞ്ഞ് ഈച്ചൻ തട്ടി ഇരിക്കണോ? അതാണോ വിളിച്ചേ? അത് കൊള്ളായിരുന്നു, അത് കൊള്ളായിരുന്നു. അവള് നമ്മളെടുത്ത് പറഞ്ഞിട്ടേ. പറ. ഹലോ. പിണങ്ങി പോലെ മുഴുവൻ കേക്ക് നമ്മളല്ലല്ലോ പിണങ്ങി പോന്നെ. മറ്റേ നക്ഷത്രവും ജാതകവും എടുത്തൊക്കെ പോയത് നമ്മളാണോ? ജാതകം നോക്കാൻ പോയതല്ല. ദേവുവിന് എന്തോ ലൈക്ക് ഒരു വല്ലായ്മ പോലെ. ദേവുവിന് വല്ലായ്മ ഉണ്ടെങ്കിൽ ദേവുവിനെ കൊണ്ട് ആശുപത്രി പോടോ. താനെന്തിനീ സ്വാമി എടുത്തു പോയെന്നേ? അപ്പൊ ദേവുവും സാമിനെ കാണണം. ഞാൻ സാമി കണ്ടോണ്ടിരിക്കുക. ചട്ടപ്പാടിയുടെ താഴെ ഗുഹയുണ്ടല്ലോ, ദേവുവിന്റെ കുറച്ച് സഹോദരങ്ങളും പിന്നെ സാമിയും. കേരള എക്സ്ലാൻഡിസിലെ ഏറ്റവും വലിയ സംഭവം, ഒരു പെണ്ണിനെ വയ്യാന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിന്റെ കൂടെ ഗുഹയിലോട്ട് പോയേക്കുന്നു സ്വാമിയെ കാണാൻ. നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞോട്ടെ. നമ്മൾ രണ്ടുപേരും അറിഞ്ഞത് പോയിട്ട് നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ കുറിച്ച് എന്തൊക്കെ വിചാരിക്കുന്ന അറിയാവോ? താൻ എന്തിനാണോ ഒറ്റയ്ക്ക് ഒരു പെണ്ണുമായിട്ട് ഗുഹയിൽ കയറി പോന്നേ? അല്ലല്ല ജോക്കി, അതുമല്ല ആംഗ്ലമാരുണ്ടെന്ന് വല്ല ചരടോ വല്ലതും കെട്ടി ഇയാളെ വശീകരിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും? ഭയങ്കര കേട്ടോടോ. തിരിച്ചറിഞ്ഞ ദേവുവിന്റെ ഭർത്താവെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് എന്ത് ചെയ്യും? പറയല്ലോ കേട്ടോ. അങ്ങനെയല്ല, താൻ ഗുഹയിൽ ലൊക്കേഷൻ നോക്കി. 10:85. ഒരു മിനിറ്റ് മോനെ. നിങ്ങള് സ്ട്രീം എൻജോയ് ചെയ്യുന്ന പുതുതായിട്ട് വന്നവരൊക്കെ കുറെ പേരുണ്ട് കേട്ടോ ഇതിനകത്ത്. സൈലയാന്ന് തോന്നുന്നു വിളിക്കുന്നത് ഇങ്ങോട്ട്. നമ്പർ സേവ് എടുക്കട്ടെ. 907520. ഒരു മിനിറ്റ് 90 അല്ല. ഹലോ. കുട്ടി നമ്പർ മാറിയതവിടെ വല്ല പെയിന്റ് കട വിളിച്ചിട്ട് വർണ്ണങ്ങളെ ചോദിക്കേ. ആരാ സെയില വിളിച്ചിട്ട് വർണ്ണഗുപ്തൻ. ഞാൻ പറഞ്ഞു വർണ്ണങ്ങൾ അന്വേഷിക്കാൻ വല്ല പെയിന്റ് കടയിൽ പോയി നോക്കാം. 4-1 ഉണ്ടമ്പരിയാണോ? അയ്യോ പിന്നെ വിളിക്കുന്നത് യോഗി. എടുക്കെടുക്ക് സ്പീക്കർ മിണ്ടല്ലേ കേട്ടോ, മിണ്ടല്ലേ. ഹലോ. എന്റെ ഫോൺ സൗണ്ട് കേൾക്കോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. ശരി ബൈ. അയ്യേ ഇത് പോരാ കേട്ടോ, ഇത് അരപോലും കൊടുക്കാൻ. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ. സൗണ്ട് കേൾക്കുന്നു പറയാൻ വേണ്ടി വിളിച്ച കേട്ടോ. അവള് കേൾക്കുന്നുണ്ടോന്ന് അന്വേഷിക്കാൻ വിളിച്ചാന്ന് പറഞ്ഞപ്പോഴേ അങ്ങോട്ട് വിളിച്ചു. പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ ജോക്കിക്ക് വിഷമാവോ? എന്ത്? കൊച്ചാണ്ടി പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞു. 10:85. ചെറുപ്പക്കാരെ എന്താണ് സുഹൃത്തുക്കളെ പരിപാടി? സിഗരറ്റ് ബ്രേക്ക് എടുത്തതാ ജോക്കി. അവിടെ മേളില് ഹോമകുണ്ടത്തിൽ പോയിക്കാൻ പുകയില്ല ഇവിടെ ഇരുന്ന് വീഡിയോ വലിക്കുന്നത്. വന്നാണ്
അങ്ങോട്ടല്ലേ പോട്ടെ? ഇവിടെ ഇങ്ങോട്ടേലും പോടോ, ഗുഹ കണ്ടുപിടിക്കണോ? അങ്ങോട്ട് രുക്കി ഇവിടെ. ഹലോ ഹലോ. ആ ഹലോ. ഇവിടെ അല്ല അവിടെ ആ രുക്കി അവിടെ പോയി ചിരിക്കണ്ടേ? ചിരിക്കുന്നോ? എനിക്കത് കണ്ടിട്ട് ചിരി ചിരിക്കണ്ടേ രുക്കി? സീരിയസ്. ഹലോ 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 സാമിയോട് മിണ്ടാത്തായിരിക്കും. അനുഗ്രഹിച്ചു അല്ല അല്ല ആര് സ്വാമി അതല്ല കേട്ടോ. അല്ല നിങ്ങളുടെ ഇവിടെ നിപ്പം കണ്ട് ചിരിയേക്കാൻ പറ്റില്ല. ഇങ്ങോട്ടൊന്ന് വന്നേ എടോ തനിക്ക് നാണമുണ്ടോ? ഞങ്ങളൊരു സുഹൃത്താണ്. ഞങ്ങളുടെ സുഹൃത്താണ്. താൻ നാണമുണ്ടോ ഈ പാറയുടെ ഇടുക്കി വന്നിട്ട് ഈ തുണി ഇല്ലാത്തവന്മാരുടെ കൂടെ നിൽക്കാൻ? ഇയാള് വല്ല സാമിമാരല്ലേ? ഇയാളെന്ത് ഇതെല്ലാം പഠിച്ചിട്ട് ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കാൻ ചാത്തനെ പിടിക്കാൻ പോന്നു? ഒരു വലിയ കഥയാ വണ്ടി കയറാൻ പറഞ്ഞത്. ഇതെന്ത് നമ്മളെ വിളിക്കാൻ? അപ്പൊ നമ്മളെന്ത് ഗുഹയ്ക്കകത്ത് കയറണ്ടേ? അനുഗ്രഹത്തിന് ഇങ്ങോട്ടൊന്ന് വരുമ്പോ അപ്പൊ നമ്മൾ സ്വാമി മുമ്പേ അവൻ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ശപിക്കട്ടെ ശപിക്കട്ടെ. അല്ല അത് ദൈവങ്ങളായിരിക്കും. ചെരുപ്പൂരി അവിടെ ചെരുപ്പൂര അല്ലേ? നമ്മക്ക് അതില്ല ഇതില്ല എന്ന് പറയണം. നമ്മള് ചാടണേ ബഗ്ഗായി. അത് ഞാൻ പറഞ്ഞോളൂ ഓൾറെഡി. സ്വാമി ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഗോഡ് ഫാദർ ആണ്. സ്വാമി. ഓക്കെ ഹലോ. ഹേയ് സ്വാമി. യെസ് പറയൂ. മറ്റേ മുടി പിന്നിട്ടേക്കുന്ന പുള്ളി മിണ്ടത്തില്ലേ? പറയൂ. ആ സ്വാമി സുഖമാണോ സ്വാമിക്ക്? വളരെയധികം സുഖം. സ്വാമിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ സ്വാമി? ഇതുവരെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. സ്വാമി എനിക്കും ഈ പിന്നിൽ നിൽക്കുന്ന പുള്ളിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഉറപ്പായും. സ്വാമി സാധാരണ ഫ്രണ്ടിലല്ലേ ഈ വിറക് കത്തിക്കുന്നത്? സ്വാമിക്ക് പുറകെ കത്തിച്ച് സ്വാമിയുടെ പുറം കരിയത്തില്ലേ? ഇല്ല. സ്വാമിയുടെ പേരെങ്ങനായിരുന്നു? എന്റെ പേരോ ഭക്ത പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുക്കൂ. ഡ്രോണ ബാബു. അത് ഒരാൾ നോർത്തിൽ നിന്ന് വന്ന സ്വാമിയാണ്. രവി സിംഗ് ബാബ. ഇവർ ഈ സ്വാമിമാരുടെ പേര് തൃക്കണ്ണം ബാബ. രവിസിംഗ് തൃക്കണ്ണം ബാവ. പഞ്ചായത്തിലുള്ളായിരിക്കും. മറ്റേ പുള്ളിയുടെ അതെ ഞാൻ. ഇത് തൃക്കണ്ണം ബാബ, അത് ദ്രോണ ബാബ, ഇത് രവി സിംഗ്. സിംഗ് റൈറ്റ് സൈഡ് അണ്ണന്റെ റൈറ്റ് സൈഡ്. അപ്പൊ സ്വാമി നമ്മൾ അങ്ങോട്ട് താഴോട്ടൊന്ന് പോയിട്ട് വരാം. സ്വാമി ഇങ്ങനെ ഇരിക്കണം കേട്ടോ ജീവിതാവസാനം വരെ. ഇവിടെ വരെ വന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹം മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് വന്നാണേ. അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിച്ചിരിക്കുന്നു. കൊള്ളാം കേട്ടോ സ്വാമി. ഇങ്ങനെ മുടി പിന്നിട്ടേക്കുന്നേ ഇത്തിരി കഷ്ടപ്പാടാണ്. മറ്റേ ഇത് ഉപയോഗിക്കൂ സ്വാമി? എങ്ങനെ കമ്പ് വെച്ചിട്ടാണോ അതോ? എന്റെ മുടി കണ്ടോ സ്വാമി, നീളം വെക്കുന്നില്ല. എന്തുവാ തേക്കുന്നില്ല? അത് ഞാൻ തലയിൽ തേക്കുന്നില്ല. ഞാൻ അങ്ങനെ കുളിക്കാറില്ല, അതുകൊണ്ട് നീളം വെക്കും. കുറച്ച് കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരും. അതെ, കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരും. നമ്മളെ അടുത്ത മാസം നമ്മളൊരു ഫാഷൻ ഷോ നടത്തുന്നുണ്ട്. സ്വാമിക്ക് പറ്റുവാണെങ്കിൽ ഒരു ഷർട്ട് മുണ്ട് വെച്ചിട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. ഉറപ്പായും. അപ്പൊ സ്വാമി ഞാൻ പോട്ടെ. പോയിട്ട് വരൂ. അനുഗ്രഹിക്കണേ. അനുഗ്രഹിച്ചിരിക്കുന്നു. ശരി. അങ്ങോട്ട് പോവാ മോനെ ഒന്ന് വഴി വിട്. വിഷുക്കുട്ടി. വിഷുക്കുട്ടി അല്ല ദേവുക്കുട്ടി. ഞാൻ കേക്ക് സംസാരിച്ചിട്ട് വരാമേ. അതെന്തിനാ എന്നോട് പറയുന്നത്? നിങ്ങൾ സംസാരിച്ചോളൂ. അല്ല ഇടയ്ക്ക് കയറി വരെ ഇരിക്കാൻ വേണ്ടിട്ട് ഇല്ല വരത്തില്ല. ശല്യപ്പെടുത്തല്ലോ.
ഇവിടുത്തെ ചുറ്റുപാടും സെറ്റപ്പ് ഒന്നും ഇത്ര ശരിയല്ലല്ലോ. മൊത്തം വീട് കത്തിച്ചിട്ട് കുറെ വോട്ട് ചോദിക്കാം. ഞാൻ ഇയാളെ ഞാൻ ദേഷ്യപ്പെടും കേട്ടോ. ഞാൻ ദേഷ്യപ്പെടും. കേക്ക് ഞാൻ കേക്ക് എടുത്ത് കുറച്ചധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കേക്ക് ഇതൊരു ബുദ്ധിമുട്ടാവുമോ? ചെവി നോക്കണം എനിക്ക് അത്രേ ഉള്ളൂ. ചെവി ചോദിച്ചതിന് ഉത്തരവാദമല്ലല്ലോ. വരഞ്ഞനുവാണോ തന്റെ ചെവി കടിക്കാൻ? അതിനുള്ള ഉത്തരം പറയൂ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ സെൻസ് എടുക്കുമോ? പിന്നെ ഇത് വേറെ സെൻസ് ഉള്ളതിന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നേരെ എടുക്കത്തുള്ളൂ. പക്ഷെ കുറച്ച് ദേഷ്യപ്പെടണം കേട്ടോ. എനിക്ക് ഒച്ചെടുക്കുന്ന ഇഷ്ടമല്ല. തനിക്ക് നാണം ഉണ്ടോ? തനിക്ക് അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുമോ? ഇതെന്തുകൂടോ താന്റെ കാമുകയെന്നു ഞാൻ ദേഷ്യം ഇങ്ങനെ സൗണ്ട് കുറച്ച് ദേഷ്യപ്പെടും. കിടപ്പറ രഹസ്യം പറയുന്ന പോലെയാണ് ദേഷ്യപ്പെടുന്നത്. അല്ല എനിക്ക് ഒരുപാട് സൗണ്ട് താനൊരു മനുഷ്യനോ? തനിക്ക് നാണം ഉണ്ടോ? താൻ ഈ കോട്ട് ഹലോ അല്ലടാ എന്റെ മൂലത്തിരുന്ന് കത്തിക്ക്. നീ ഇത്രയും പേര് ഇരിക്കുന്ന കണ്ടില്ലയോ നിനക്ക്? കാറിന്റെ ഏടോ തനിക്ക് വേണ്ട ഒന്ന് പോയി കുറച്ചൊന്ന് മാറി മദ്യപിക്കണേ. മദ്യത്തിന്റെ മണം മദ്യത്തിന്റെ മണം അലർജിയാണ്. നമുക്കൊന്ന് മോളിക്കില്ലല്ലോ. മോളിക്ക് ആ കാറ്റായിട്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ. തനിക്ക് നാണോ? താൻ നമ്മളെ ഒന്ന് വിളിച്ചോ? താൻ ഈ ഗുഹയ്ക്കകത്തൊക്കെ കണ്ട് തനിക്ക് നാണോ? അതായത് ദേവുന് എന്തോ ഒരു ലൈക്ക് ഒരു വിഷൻസ് ഇടയ്ക്ക് വന്നു പോകുന്നു പറഞ്ഞു. എന്തോന്ന്? ആര് വന്നു പോകുന്നത്? വിഷൻസ്. വിഷ്ണുവോ? ഏറെ വിഷ്ണു? വിഷനോ? എന്ത് വിഷൻ? ഇതൊക്കെ ആ പെണ്ണുമ്പിള്ളയുടെ തോന്നലുകളല്ലേ എന്റെ പൊന്ന് കേക്കേ? ആ തോന്നലാണോ അറിയാൻ വേണ്ടി നമ്മള് വന്നല്ലേ. ആ സ്വാമി വലിയ കഥ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലൈക്ക് ഒരു 1000-600 വർഷം പുറകോട്ടുള്ള ഒരു രാജ്ഞിനെ കാണുന്നു. രാജ്ഞല്ല, ക്യൂനെ കാണുന്നോ, യുദ്ധം കാണുന്നു, വിഷൻസ് വന്നു പോകുന്നു. അപ്പോ ഈ സ്വാമി പറഞ്ഞിട്ടാണോ മറ്റേത് മൂളിയത്? താനേ കാര്യം ചോദിക്കട്ടെ. തന്റെ അടുത്ത് നാളെ ഞാൻ രാവിലെ അല്ലല്ല കേക്ക് ഞാനൊരു കാര്യം പറയട്ടെ. തന്റെ അടുത്ത് നാളെ ഞാൻ രാവിലെ വിളിച്ചിട്ട് പറയുക എന്റെ 100 കൊല്ലം മരിച്ചു അപ്പൂപ്പനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ ഇയാള് മുണ്ടും മുക്കി എടുത്ത് നേരെ ഇങ്ങോട്ട് വരൂ. ഞാൻ ഇങ്ങോട്ട് വന്നല്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം വന്നത് കൂട്ടുവരാൻ താൻ ആരോടോ? ദേവുക്കുട്ടിയുടെ കാമുകനു? അല്ല ഒരു ഹെൽപ്പ് വെച്ച് വിളിച്ചിങ്ങനെ സാമ്യ കാണാൻ പോയി. എനിക്ക് കൂട്ടിനാള് പോണ്ടേ നമ്മുടെ ഉത്സവത്തില്ലേ? ഈ രണ്ട് അതെ അത് മറക്കുന്നു. കേക്ക് ഒരുമാതിരി മറ്റേ അവരുടെ കൂടെ പോകും, ഇവരുടെ കൂടെ പോകും. എന്താണ് പെണ്ണുങ്ങളുടെ ഇന്നലെ ആ കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു തന്റെ അടുത്ത്. ഏത് പെൺകൊച്ചിനെ? ഓ പിന്നെ ദേവുക്കുട്ടി ആണാണല്ലോ. സോറി, നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്നു. ആ പെൺകൊച്ചാണെന്ന് വിളിച്ചു. ഓ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് ആരാ? കൂട്ടുകാരൻ. ഉറപ്പാണ്. കൂട്ടുകാരി നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ ഫ്രീഡം എടുക്കുന്ന പോലെ അന്യരെ അതിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഇല്ല, പ്രവേശിപ്പിക്കണില്ല. നമ്മള് പോലും അറിയാതെ ഇവിടെ വന്ന് ഗുഹയ്ക്കകത്തിരുന്ന് പുക കൊള്ളുന്ന. എടോ ഞാൻ തന്റെ അടുത്ത് വേറൊരു കാര്യം പറയട്ടെ. താൻ ആ മിസ്റ്റർ എക്സ് പദവിക്ക് ഉപേക്ഷിച്ച് താൻ ഒരു വിഗും എടുത്ത് വെച്ചിട്ട് അങ്ങേരെ പിടിച്ച് മാറ്റിയിട്ട് അതിനകത്തോട്ട് കയറിയിരി. തനിക്ക് അതൊക്കെയാണ് ബെസ്റ്റ്. അല്ല താനൊക്കെ പറയണ്ടേ? ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം പറയട്ടെ. നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ ഞാൻ? അപ്പൊ ഞാൻ ഒരു വിഷമം എടുത്ത് പറഞ്ഞു. അതിന് സൊല്യൂഷൻ പറഞ്ഞു. നിങ്ങള് പറഞ്ഞു ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. ആ പെണ്ണിന്റെ പുറകെ പോയി ഇനി നാണം കെടും. മറ്റേ പെണ്ണ്, മൂളിയ പെണ്ണ്. അതാണോ സൊല്യൂഷൻ? ഞാനെന്താ തപസ്സിരിക്കാൻ പ്രാക്ടീസ് ചെയ്തു ഇപ്പം? ഇല്ല, ഞാൻ നിലത്തൊന്നും ഇരുന്നതാ. മക്കളെ നിങ്ങക്ക് ബോറൊന്നും അടിക്കുന്നില്ലടാ കൂട്ടാ. എടാ എന്നെ ഈ ജോക്കി ചായന്ന് വിളിക്കാറ്. എനിക്ക് വയ്യെന്ന് ഇനി ഇരിക്കാനൊക്കെ. എനിക്ക് അറിയത്തില്ല നമ്മൾ ഇയാൾ എങ്ങനെ എത്ര മണിക്കൂർ. ഒരു മിനിറ്റ്, ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. ഹലോ, ഞാൻ വന്നപ്പോ നിങ്ങൾ ആരും ഇവിടെ ഇല്ല. ഞാനിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു.
നിങ്ങൾ എന്ത് മനുഷ്യൻ? നിങ്ങളെ സിറ്റിയിൽ തന്നെ വന്ന് വിളിക്കണ്ടേ? ഞാൻ അറിയണ്ടേ? ഞാനല്ലയോടോ തന്നെ വിളിച്ചേ. ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക്, സീരിയസ് ആയിട്ടുണ്ടല്ലോ. താനാ മിസ്റ്റർ എക്സിന്ന് മാറിയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ അതിനകത്ത് കയറിയിരിക്കാം. അപ്പൊ നമുക്ക് മേയറുണ്ടേ? മേയറാവാൻ താനാണ് കണ്ടിറക്കണ്ടേ. ഞാൻ ഈ തൻ്റെ കൂടെ നടന്ന് തൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നത് എന്തുകൊണ്ടിട്ടാ? തൻ്റെ അടുത്ത് സുഹൃത്ത് ബന്ധമുണ്ട്, തന്നെ ഭയങ്കര സുഹൃത്താണ്. പക്ഷെ അതുകൊണ്ടൊക്കെ താൻ ഫണ്ട് കുറക്കണം. മനസ്സിലായോ കേക്കെ? മനസ്സിലായോ? ഇറക്കിയിരിക്കുമല്ലോ, നമ്മൾ ഇറക്കിയിരിക്കും. നോ മാറ്റം. താനെന്തിന് നമ്മളെന്തിന് കാട്ടി കൂത്തിരിക്കുന്നത്? വണ്ണാ ഇങ്ങോട്ട് അല്ല പിന്നെ അങ്ങനെ അവിടെ പോയി കത്തിപ്പോയോ? ഇല്ല, അത് ഫോൺ വിളിച്ചാൽ വിളിക്ക് പോയി. ഫോണും കൊണ്ട് എവിടേക്കോ പോയി. എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഓടിച്ചാടി ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് ഒക്കെ ഉണ്ടോ? സൗണ്ട് എടാ എന്തുവാടാ? എനിക്കങ്ങ് നമ്മളെത്ര ഫ്രണ്ട്സ് ഉള്ളപ്പോ പുള്ളി മാറി ഫോൺ വിളിക്കുന്നത് മോശമല്ലേ? കേട്ടല്ലോ എന്തോ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമ്പോ സമയത്ത് ഫോൺ വിളിക്കുമ്പോ മാറിപ്പോകുന്ന എന്തോ ഒരു മോശമാണ്. മോശമല്ലേ അത്? നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ബാ, അതാ അയക്കുന്ന ഇയാള്. നമ്മൾ എത്ര ഞാൻ വേറൊരു പരിപാടി പറയട്ടെ. ഈ P47 ഓട്ടോയിലോ ഈഗോ ഓട്ടോയിലോ പോയിട്ട് ഞാൻ ഞാൻ താനല്ല ഞാൻ സുഹൃത്തെ അവിടെ ഉള്ള എല്ലാ വണ്ടികളും എനിക്ക് എൻ്റെ കീഴിലേക്ക് തരൂ, അല്ലെങ്കിൽ എൻ്റെ പേരിലേക്ക് എഴുതി തരൂ, $2 ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. നീ വിളിക്കുന്നതിന് മുമ്പേ ഇതാരാന്ന് അന്വേഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വിളിക്കാൻ. ഇത് ബിസിനസ് ഐഡിയ അല്ല. നിനക്കൊക്കെ വണ്ടി മേടിക്കണേ, കടം മേടിച്ചു തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. വരല്ലേ അനങ്ങാ നിക്കണേ. വന്നിട്ട് നിന്നെ നിക്കറ ഇരുത്തി വല്ല മരത്തെ കെട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടോണം. ഫോൺ വെക്കണോ? ആ ജോക്കി കട്ടി പൈസ തട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരു ഒത്തമ്പര് വിളിക്കും. ആ ജോക്കി ടെർമിനേറ്റർ ഇരിക്കുന്നുണ്ടോ? ജോക്കി ഞാൻ മാറി ഇതപ്പോ ജോക്കി കേക്കോടെ അങ്ങനെ വല്ല പറഞ്ഞായിരുന്നു. ജോക്കി ജോക്കി സാധാരണ എന്നെയാണ് ടെർമിനേറ്റർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്താണ് അയാൾ നിൽക്കുമ്പോ ഞാൻ നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്ന അപ്പന് തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ബോറിനായിട്ടാണോ അപ്പൻ? ജോക്കി ഞാൻ അങ്ങനെ പറയുന്നു, ജോക്കി ബ്ലെയിം ചെയ്യുന്നു, ജോക്കിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ ടൈറ്റിൽ എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത്? ഞാനല്ലേ ടെർമിനേറ്റർ. എന്തോ ആയാലും ഇയാളെ വിളിച്ചോണ്ട് പോ. ഈ കാട്ടിനകത്ത് ഈ ഇരുട്ടത്തൊന്നും നിൽക്കുക എനിക്ക് അല്ല മുട്ട കിടിക്കും. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തൊരു കഷ്ടമായത്. പറ. നിങ്ങൾ റൂഡാവണ്ടേ. ഇയാളൊരുമാതിരി വിഷമിച്ച് മറ്റേ എന്തോ ഒരുമാതിരി മറ്റേ എന്തോ പോയി അണ്ണാന്റെ കൂട്ടൊക്കെ നിൽക്കുന്നത്. എനിക്കിത് കാണുന്നത് വിഷമം വരും. ഒന്ന് ലൈറ്റ് എന്താ മോനെ എന്നോട് പറ. നിങ്ങളുടെ വണ്ടിയാണോ? അല്ലല്ലോ എടുത്തോടുത്തു. കേക്ക് ഞാൻ നേരത്തെ സംസാരിച്ചത് കേക്ക് എന്തെങ്കിലും വിഷമായോ? കേക്ക് എപ്പോ സംസാരിച്ചതാ? നേരത്തെ എന്തെങ്കിലും സംസാരിച്ചത്? ഇടി ഞാൻ ഈ കുറെ ആഹാരം വാങ്ങിച്ചു വെച്ചാ ഈ ആഹാരമൊക്കെ തന്നെ ആവിയായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, അത് 7 ദിവസം കേടായി പോകും. അങ്ങനുണ്ടോ? പിന്നെ അല്ല ഇപ്പൊ കേടാവാതെ ഫുഡ് വല്ലതും ഉണ്ടോ ഈ സിറ്റിയില്? ഇല്ല ഇല്ല, 50-60 വാങ്ങിച്ചു വെച്ചേക്കുന്നേ. മിനിറ്റ് തിന്നു ബാക്കിയുള്ളൂ. ഇത് അത് കഴിക്കണം. കഴിച്ചില്ലേ കടയിൽ പോകും. ഏത് ഫുഡാ മേടിച്ചേ? മറ്റേ ചോക്ലേറ്റും മറ്റേതും മറിച്ചതും ഒക്കെ വാങ്ങിച്ചെന്നേ. നിങ്ങളെ മറ്റേ എവിടുന്ന് ഫുഡ് മേടിക്കേ? എടാ വണ്ടി വല്ലതും ഉണ്ടോ? വണ്ടി ഉണ്ടെങ്കിൽ പോവാം. വണ്ടി ഉണ്ടല്ലോ. ആ വണ്ടി വേണ്ട കേക്ക്. നമ്മൾ ഇന്നൊന്നും എത്തത്തില്ല. കാളത്തലേ വെച്ചിട്ട് ബൈ നല്ല വണ്ടിയുണ്ട്. ഇയാള് കൂടോത്രത്തിലും ഇല്ല വന്നത്. കാളത്തലേക്ക് വെച്ചോണ്ട് വന്നിരിക്കുന്നേ. അതെ കേറണ്ടേ ചോക്കി ഇപ്പുറത്ത് വാ. വണ്ടി എങ്ങനെയുണ്ട്? ഞാൻ മക്കളെ നിങ്ങൾക്ക് ആർക്കൊക്കെ വാലറന്റ് കാണാൻ താല്പര്യമുണ്ട്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും കേട്ടോ. വാലറന്റ് കൂടെ കളിച്ചിട്ടങ്ങ് പോയാലും എന്ത് പറയുന്നു? ആ വണ്ടി എടുത്തു. അല്ല ആ വണ്ടി ഒരാളൊരു എന്താണ് ഞാൻ ചോദിക്കുകയാണ് ആൾക്കാരുടെ അടുത്ത്. വണ്ടി നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ 4 മണിക്കൂർ നിങ്ങൾ ഇത്രയും പറയുന്നത് ഒന്നാമത്തെ കാര്യം. സുഹൃത്തെ ഫ്രണ്ട് കിടക്കുന്ന വണ്ടി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ രണ്ടാമത്തെ കാര്യം എനിക്ക് തലവേദന വരെ. എന്താണ് ഒരു വിഷമം? നമ്മളോടൊന്നും ഒരു മിണ്ടാതെ പറഞ്ഞ എന്തൊരു വിഷമായോ കേക്ക്? സൗണ്ട് ഒക്കെ അടഞ്ഞ് നമ്മളോടൊന്നും ഒന്നും തുറന്നു പറയുന്നില്ല, മിണ്ടുന്നില്ല, നമ്മളെ അകറ്റി നിർത്തുക. നമ്മൾ വരുമ്പോ വിളിക്കത്തില്ല. എന്നോടൊന്നും പറയാത്തെ. ഒരു ഫോണൊന്നും മാറി സംസാരിക്കുക.
അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് ഇത് നിങ്ങളാണ് ചെയ്യുന്നത്, ഞാനല്ല. എനിക്കൊന്ന് ആലോചിച്ച് നോക്കി, ഈ വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ട് ആ പിള്ളേരുടെ കരച്ചിലും ബഹളവും അടിയും പിടിയൊക്കെ നിങ്ങളുടെ തല പിന്നെ ഇതാക്കണോ? ആ 2 കുടുംബത്തിൽ നിന്ന് കോള് വരും. ജോക്കിക്ക് ഇപ്പൊ എന്തോരം കോള് വന്നിട്ടെന്ന് അറിയോ? അത് കേക്കിനടുത്ത് നമ്മളെ വേർതിരിച്ച് കാണാൻ തുടങ്ങിയല്ലേ. ഞാനല്ല ഓർത്തിരിച്ച നമ്മളെ വലിയൊരു തിരക്കിന്റെ ഇടയിൽ നിന്നായിരുന്നു ഓടിപ്പിടിച്ച് വന്നത്. കേക്കിക്ക് എന്തോ ആപത്തെന്ന് പറഞ്ഞിട്ട് തലകറക്കി വീണേന് നമ്മൾ വേണ്ട കണ്ടോ ആ കഞ്ഞിയും പയറും തടുത്തു പോയല്ലോ. ഞങ്ങൾ വന്നേക്കുന്നത് എങ്ങനെയല്ലടാ മക്കളെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നു. ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ഓരോ കോപ്രായ സംസാരം കേട്ടോണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? മനുഷ്യ നിങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ട നിങ്ങളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നിങ്ങൾ എന്ത് വിചാരിച്ചു വെച്ചിട്ട് നിങ്ങൾ ആരാന്നാ? നിങ്ങളെ വന്നോട്ടെ സിറ്റിയിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾ അങ്ങനെ കാമുകിയൊന്നും അല്ല. നല്ല കൂട്ടുകാരനായിട്ട് കാണുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കത്തില്ല. എന്നിട്ട് വഴി എവിടെയും തലയിറങ്ങി വീണെന്ന് പറഞ്ഞിട്ട് ദേവിക്കുട്ടിയായിട്ട് ഗുഹയെ കയറി പോയിരുന്നു. അത് ശരി, ഇപ്പൊ അങ്ങനെയായി. അല്ല പിന്നെ അങ്ങനല്ലേ സത്യാവസ്ഥ. അങ്ങനെയല്ലേ സത്യാവസ്ഥ. വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു മയത്തിൽ പറഞ്ഞു വന്നത്. അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം അത് വെറും പോക്കണക്കേട്. പോക്കണം കേടോ പോക്കണക്കേടോ? അപ്പൊ അറിയാല്ലേ സ്വന്തമായിട്ട് കാണിച്ച ഒരു പോക്കണക്കേടാന്ന്. അതെ പറഞ്ഞത് മനസ്സിലായി. പോക്കണക്കേടുന്നു. മനസ്സിലായി. തിരിച്ചറിവ് നല്ലതാണ് ചേച്ചി. പറഞ്ഞത് പോക്കണക്കേടുന്നു. ഞാൻ ഈ വണ്ടിക്കകത്ത് ഡ്രസ് വിട്ടിരിക്കുന്ന സമയത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ആളെ കാണിക്കും. ആ സത്യം കണ്ടോ താൻ ദേവക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടും. എന്റെ ഡ്രസ്സ് കാണുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടത്തില്ല. താൻ സുഹൃത്ബന്ധത്തിന് എന്തിനു വില കൊടുത്തിട്ടുണ്ടോ? ജോക്കി അത് പറഞ്ഞത് പോലും എന്താണെന്നറിയോ ജോക്കിക്ക്? അങ്ങനെ പറയണം, അങ്ങനല്ല. അത് ജോക്കിയുടെ ഒരു ഐഡന്റിറ്റിയാണ്. ജോക്കിയുടെ ആ ഒരു റിസൾട്ട് വന്നു. 82% ഉണ്ട്. എടാ ഹാപ്പി ടാ കുട്ടാ, ഹാപ്പി ഫോർ യു. നിങ്ങളെല്ലാ റിസൾട്ട് വന്നില്ലേ? അപ്പം കേക്ക് ഞാനിപ്പോ കേക്ക് എടുത്തിട്ട് 100 കോടി തരാമെന്ന് വെച്ചാൽ കേക്ക് 100 കോടി തരുമോ? സുഹൃത്താണെങ്കിൽ തന്നേനെ. സുഹൃത്താണെങ്കിൽ തന്നെ നമുക്ക് ഞാനേ ഒന്ന് ഇറങ്ങുന്നേ, 1 മണി. ശരി പോട്ടെ. നിങ്ങൾക്ക് വയ്യേ? ശരിക്കും വയ്യേ? ശരിക്കും വയ്യല്ല, നാളെ കാലത്ത് ആഫീസിൽ പോകണ്ട. പോയിട്ട്